ഹായ്, ഞാൻ ഈ കൊട്ടയ്ക്കടുത്ത് എങ്ങോട്ടാ പോണേ അറിയോ? ഞാൻ സാധനം കൊടുക്കാൻ വേണ്ടി പോണ. കാണിച്ചരവാ. ഇതിനെ ഞങ്ങള് കൃഷ്ണകിരീടം എന്നാ പറയാ. ഇത് ഞങ്ങള് ഓണത്തിനൊക്കെ പൂവിടാൻ വേണ്ടി ഉപയോഗിക്കാം. പറഞ്ഞേ കൃഷ്ണകിരീടം. ഇതാണ് കൊടംപുളി. ഇതെടുക്കാനാണ് വന്നത്. ഇതാണ് അതിന്റെ മരം. ഇത് ഈ ടൈം ആയാലാണ് കേട്ടോ ഉണ്ടാവുക. ഇതാണ് കൊടംപുളി. ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബക്കറ്റൊക്കെ ആയിട്ട് വന്നത്. ഇത് ഈ ഒരു ടൈം ആയാലാണ് കേട്ടോ ഉണ്ടാവുക. ഇതിനി ഉണക്കുക. ഇത് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്താൽ ഇത് കറുപ്പ് കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് മീൻ കറിയിലൊക്കെ ഇട്ട് അടിപൊളിയാ. നോക്കി നോക്ക്, ഒരു കൂനുണ്ടായിരിക്കണേ, കൂൺ. ഇത് നമ്മൾ കഴിക്കണ കൂൺ തന്നെയാണ് ഇടുന്നത് കേട്ടോ. പക്ഷേ ഇല്ലേ, കേടൊന്നു. രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എടുത്തിന് വന്നോട്ടെ. അപ്പം ഇതാണ് സംഭവം. ഇതിങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുരു ഉണ്ടാവും. ഇത് കളയുക. ഇത് കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് കഴുകുക. എന്നിട്ട് ഉണക്കിയെടുത്താൽ മതി. കണ്ടോ, ഇതിങ്ങനെ ഓരോ അല്ലിയാണ് കണ്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുളിയാണ്. ഇരുമ്പമ്പുളിയുടെ അത്ര പുളിയൊന്നുമില്ല കേട്ടോ. ഒരു പുളിയും ചവർപ്പ് പോലെ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ പച്ചക്കായ. അതിൻ്റെ ടപ്പത്തന്നെ ഉണ്ടോ, അതിൻ്റെ കുറച്ച് പഴുത്ത് നിൽക്കണം. കണ്ടോ പഴുത്ത കായ. ഇത് ഇവിടെ നിന്നാൽ കുറേ എണ്ണം തലയ്ക്ക് വീഴുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട്.